ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിഴങ്ങ് വിളയാണ് കപ്പ അഥവാ മരച്ചീനി. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തേങ്ങാപ്പാലിൽ വേവിച്ച് കുറുക്കിയെടുത്ത വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽക്കപ്പയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് നോക്കാം. തൊലി കളഞ്ഞതിന് ശേഷം 3-4 തവണ കഴുകി വൃത്തിയാക്കി കൊത്തിയെടുത്ത 600 ഗ്രാം കപ്പയാണിത്. ഇനി 3 അല്ലി വെളുത്തുള്ളിയും 1 നുള്ളി ജീരകവും 4 ചെറിയുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും പിന്നെ 3 പച്ചമുളകും ചേർത്ത് ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കുക. അടുത്തത് താളിക്കാനായിട്ടുള്ള കൂട്ടങ്ങളാണ്. അതിനായി 4 ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞു വയ്ക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും 2 തണ്ട് വേപ്പിലയുമാണ്. ഇനി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ അളവുകളൊന്ന് നോക്കാം. 1.5 കപ്പ് രണ്ടാം പാലും 1 കപ്പ് ഒന്നാം പാലുമാണ് പാൽക്കപ്പയ്ക്കായി വേണ്ടത്. ആദ്യം തന്നെ കപ്പ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് അടുപ്പിൽ വെക്കുക. ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കരുത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കാവൂ. ഇത് വേവിക്കുന്നത് കുക്കറിലാണെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്തെന്നാൽ കപ്പ ഒരു 1/4 വേവിൽ മാത്രമേ വേവിക്കാവൂ. ബാക്കി 1/4 ഭാഗം കിടന്ന് വേവേണ്ടത് തേങ്ങാപ്പാലിലാണ്. തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് നല്ല സോഫ്റ്റായി വരുമ്പോഴാണ് പാൽക്കപ്പയ്ക്ക് അതിൻ്റെ തനതായ രുചി കിട്ടുന്നത്. ഇതിപ്പോൾ ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി കപ്പ മുഴുവനും ഈ വെള്ളത്തിൽ നിന്ന് മൂറ്റിയെടുത്ത് ഒരു മൺകലത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ രണ്ടാം പാലും പാകത്തിന് ഉപ്പും ചതച്ച് വെച്ചിട്ടുള്ള ചേരുവകളും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഇനി കപ്പ ഇതിൽ കിടന്നതായി ഇതുപോലെ നന്നായി വെന്ത് ഉടഞ്ഞു ചേരണം. ഈ സമയം ഒന്നാം പാല് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് കൂടെ ചെയ്യുക. ഇതൊട്ടും തന്നെ തിളയ്ക്കാനായിട്ട് പാടുള്ളതല്ല. ഇരിക്കും തോറും ഇത് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അടുത്തത് താളിച്ചൊഴിക്കലാണ്. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് നല്ല ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇനി ഈ താളിച്ച കൂട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ വളരെ ലൈറ്റും തേങ്ങാപ്പാലിൻ്റെ ചെറുമധുരത്തോടും കുറുകലോടും കൂടിയ പാൽക്കപ്പ ഇവിടെ റെഡിയാണ്. ഒരു കറികളും കൂടാതെ തന്നെ വെറുതെ കഴിക്കാൻ വളരെ രുചിയാണ്. ഇതിനൊപ്പം കുടംപുളിയിട്ട് വറ്റിച്ച മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പി ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പാൽക്കപ്പ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.